അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലേക്ക് പറന്നുയർന്ന എയർ ഇന്ത്യ AI-171 വിമാനം തകർന്നു വീണിട്ട് ഒരു രാത്രിയും പകലും പിന്നിട്ടു. നാടിപ്പോഴും ആ ആഘാതത്തിൽ നിന്ന് പുറത്തു വന്നിട്ടില്ല. എത്ര പേർ മരിച്ചു എന്ന് പോലും നമ്മൾ ഇപ്പോഴും തിട്ടപ്പെടുത്തുന്നതേയുള്ളൂ. എത്ര ജീവിതങ്ങളെ, എത്രയായിരം സ്വപ്നങ്ങളാണ് ഒരു നിമിഷം കൊണ്ട് ചാരമായത്. രാജ്യം ഒന്നായി അവർക്കൊപ്പം നിൽക്കുകയാണ്. ഒപ്പം ഈ മഹാദുരന്തത്തിന്റെ കാരണം എന്തെന്നും രാജ്യം ചോദിച്ചു തുടങ്ങിയിരിക്കുന്നു. വിമാനാപകടത്തിൽ എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ അന്വേഷണം തുടങ്ങി. അന്താരാഷ്ട്ര വ്യോമയാന സംഘടനയുടെ മാനദണ്ഡങ്ങൾ പാലിച്ചായിരിക്കും അന്വേഷണം. വിദഗ്ധരടങ്ങുന്ന ഉന്നതതല സംഘത്തെയും കേന്ദ്രം അന്വേഷണത്തിനായി നിയോഗിച്ചു. US-ന്റെ 2 സംഘങ്ങളും UK-യിൽ നിന്നുള്ള സംഘവും അന്വേഷണത്തിൽ സഹായിക്കും. അപകടത്തെക്കുറിച്ചുള്ള അന്വേഷണം പൂർത്തിയാക്കാൻ 1 വർഷത്തോളം എടുക്കും. ബ്ലാക്ക് ബോക്സ്, കോക്പിറ്റ് വോയിസ് റെക്കോർഡർ, ഡാറ്റ റെക്കോർഡർ എന്നിവ വിശദമായി പരിശോധിക്കും. എയർ ട്രാഫിക് കൺട്രോളർ, റഡാർ, സ്റ്റേഷൻ സിഗ്നലുകൾ എന്നിവ പരിശോധിക്കും. അപകട സ്ഥലത്തെ CCTV ദൃശ്യങ്ങളും അന്വേഷണ പരിധിയിൽ ഉൾപ്പെടുത്തും. തെളിവ് ശേഖരണത്തിന് ശേഷം വ്യോമയാന വിദഗ്ധരെ കൂടി ഉൾപ്പെടുത്തി പാനൽ രൂപീകരിക്കും. 1 വർഷത്തിന് മുൻപ് പ്രാഥമിക റിപ്പോർട്ട് ഒരുപക്ഷെ സമർപ്പിച്ചേക്കാം. 600 അടി പൊക്കത്തിൽ പറക്കുമ്പോഴും വിമാനത്തിന്റെ ലാൻഡിംഗ് ഗിയർ താഴ്ന്നിരുന്നത് അസ്വാഭാവികമാണ്. ഹൈഡ്രോളിക് സംവിധാനത്തിന്റെ തകരാറോ ലിവർ മാറിപ്പോയതോ ഇതിന് കാരണമായേക്കാമെന്നൊക്കെയുള്ള വിലയിരുത്തലുകൾ വരുന്നുണ്ട്. വിമാനത്തിന്റെ ചിറകിന് പിന്നിലെ ഫ്ലാപ്പുകൾ പറന്നുയർന്നപ്പോഴും താഴ്ന്നിരുന്നതും അസ്വാഭാവികമാണ് എന്ന് പറയുന്നു. ഉയരം കൂട്ടാൻ ശ്രമിക്കുമ്പോഴും വിമാനം താഴേക്ക് വന്നത് എഞ്ചിൻ ശരിയായി പ്രവർത്തിക്കാത്തത് കൊണ്ടാണ് എന്ന് പറയപ്പെടുന്നു. വിമാനത്തിൽ നിന്ന് കേട്ട അസ്വാഭാവിക ശബ്ദവും യന്ത്രത്തകരാറിന്റെ ലക്ഷണമാണ് എന്നാണ് വിദഗ്ധർ പറയുന്നത്. ഇക്കാര്യത്തിലൊക്കെ വ്യക്തമായ വിവരം, കൃത്യമായ വിവരം വരേണ്ടതുണ്ട്. ഇതൊക്കെ ഈ ഒരൊറ്റ നിരീക്ഷണത്തിൽ പലർ പറയുന്ന കാര്യങ്ങൾ മാത്രമാണ്. 242 യാത്രക്കാരും 100 ടൺ ഇന്ധനവും വിമാനത്തിൽ ഉണ്ടായിരുന്നു. യാത്രക്കാർ, ഇന്ധനം, ലഗേജ് എന്നിവയുടെ ഭാരം അനുസരിച്ച് വേഗം ക്രമീകരിക്കണം. വിമാനത്തിന്റെ ഭാരം കണക്ക് കൂട്ടിയതിൽ പൈലറ്റിന് പിഴവുണ്ടെങ്കിലും ഇങ്ങനെ അപകടം ഉണ്ടാകാമെന്ന് പറയുന്നു. ഇന്ധനത്തിന്റെ ഗുണനിലവാരമില്ലായ്മയും എഞ്ചിന്റെ പരാജയത്തിന് കാരണമാകാമെന്നുള്ള വിലയിരുത്തൽ വരുന്നുണ്ട്. വേഗത കൈവരിക്കുന്നതിനിടെ വിമാനത്തിൽ പക്ഷി ഇടിച്ചതാകാനും അതും ഒരുപക്ഷെ കാരണമായേക്കാമെന്നുള്ള സംശയമുണ്ട്. അഹമ്മദാബാദ് വിമാനത്താവളത്തിന്റെ കാര്യമെടുത്താൽ പക്ഷികളുടെ സാന്നിധ്യം വളരെ കൂടുതലാണ്. പക്ഷേ 2 എഞ്ചിനും നിലയ്ക്കും വിധം പക്ഷി ഇടിക്കാനുള്ള സാഹചര്യം എന്നത് അത്യപൂർവമാണ് എന്നതുകൂടിയുണ്ട്. ഈ വൈമാനികർ പരിചയസമ്പന്നരാണ്. ക്യാപ്റ്റൻ സുമീത് സബർവാളും ഫസ്റ്റ് ഓഫീസർ ക്ലൈവ് കുന്ദറും പരിചയസമ്പന്നരായ വൈമാനികരാണ്. സുമീത് സബർവാളിന് 30 വർഷത്തെ പ്രവൃത്തി പരിചയമാണ്. 8200 മണിക്കൂർ വിമാനം പറത്തി പരിചയമുള്ളയാളാണ്. സഹ പൈലറ്റ് ക്ലൈവ് കുന്ദർ 1100 മണിക്കൂർ വിമാനം പറത്തി പരിചയമുള്ളയാളാണ്. ഇരുവരും ശ്രദ്ധക്കുറവ് കൊണ്ട് ഗുരുതര പിഴവുകൾ വരുത്താൻ സാധ്യതയില്ലാത്ത വൈമാനികരാണ് എന്നത് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അത്യാധുനിക ദീർഘദൂര വൈഡ് ബോഡി വിമാനമാണ് ബോയിങ് 787-8 ഡ്രീം ലൈനർ. ബോയിങ്ങിൻ്റെ ഡ്രീം ലൈനർ ശ്രേണിയിലെ ആദ്യത്തേതും ഏറ്റവും ചെറുതുമായ മോഡലാണിത്. 13,530 കിലോമീറ്റർ വരെ നിർത്താതെ പറക്കാൻ ഡ്രീം ലൈനർ വിമാനങ്ങൾക്ക് കഴിയും. അതുകൊണ്ട് ഭൂഖണ്ഡാന്തര യാത്രകൾക്കായി ലോകമെങ്ങുമുള്ള എയർലൈനുകൾ ഇത് ഉപയോഗിക്കുന്നുണ്ട്. കാര്യക്ഷമത, ടർബുലൻസ് കുറവ്, സുഖസൗകര്യങ്ങൾ, സുരക്ഷ എന്നിവയ്ക്കൊക്കെ പ്രശസ്തമാണ്. ഇതേവരെ ഈ ശ്രേണിയിൽപ്പെട്ട ബോയിങ് വിമാനങ്ങൾ അപകടം ഉണ്ടാക്കിയിട്ടില്ല. ഈ മട്ടിലൊരു വലിയ അപകടം ഉണ്ടാക്കിയിട്ടില്ല, ചെറിയ ചില സംഭവങ്ങൾ ഒഴിച്ചാൽ. എയർ ഇന്ത്യയുടെ ബോയിങ് 787 വിമാനങ്ങളെല്ലാം സുരക്ഷാ പരിശോധനയ്ക്ക് വിധേയമാക്കണം. ഉത്തരവിട്ടത് DGCA ആണ്. ഇത് സംബന്ധിച്ച് ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷനാണ് ഇത് സംബന്ധിച്ച് ഉത്തരവിട്ടിരിക്കുന്നത്. യാത്ര പുറപ്പെടുന്നതിന് മുൻപ് പരിശോധന നടത്തി സുരക്ഷ ഉറപ്പാക്കാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇന്ത്യയിൽ നിന്ന് പുറപ്പെടുന്നതിന് മുമ്പ് വിമാനത്തിൽ കർശന പരിശോധന ഇനി ഉണ്ടാവും എന്നുള്ളതാണ് വിവരം. 30 വർഷം ബോയിങ്ങിലെ ക്വാളിറ്റി കൺട്രോൾ എഞ്ചിനീയറായിരുന്ന ജോൺ ബാർനെറ്റ് അടക്കം സുരക്ഷാ ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഉൽപാദന വേഗം കൂട്ടാനുള്ള സമ്മർദ്ദത്തിൽ നിലവാരം കുറഞ്ഞ ഭാഗങ്ങൾ ഉപയോഗിക്കുന്നു എന്നുള്ള ആരോപണം നേരത്തെ തന്നെ ഉയർന്നിട്ടുണ്ടായിരുന്നു ബോയിങ്ങിനെതിരെ. വിവിധ ഭാഗങ്ങൾ പലയിടത്ത് നിർമ്മിച്ച് കൂട്ടിയോജിപ്പിക്കുമ്പോൾ വിടവുകൾ ഉണ്ടാകുന്നു എന്നുള്ള ആരോപണമുണ്ട്. ഇത് തേയ്മാനം വർദ്ധിപ്പിക്കുമെന്നും വിമാനത്തിൻ്റെ ആയുസ് കുറയ്ക്കുമെന്നുമൊക്കെയുള്ള വിമർശനം ഉയർന്നിട്ടുണ്ട്. ചെലവ് കുറയ്ക്കാൻ ബോയിങ് ശ്രമിച്ചു, പക്ഷേ പഴകുമ്പോൾ അപകടത്തിൽ കലാശിക്കും എന്നുള്ള ആരോപണമാണ് ഉയരുന്നത്. വിമാനത്തിലെ ഓക്സിജൻ ക്രമീകരണ സംവിധാനങ്ങളിൽ തകരാറ് ഉണ്ട് എന്നുമാണ് ബാർനെറ്റ് പറയുന്നത്. ഇന്ധന ചോർച്ച, സിഗ്നൽ നഷ്ടമാകൽ, കോക്പിറ്റിലെ വിൻഡോ സ്ക്രീൻ തകർച്ച, പൈലറ്റ് സീറ്റിലെ പ്രശ്നങ്ങൾ, പൈലറ്റിന് തെറ്റായ വിവരങ്ങൾ ലഭിക്കൽ തുടങ്ങിയ കുഴപ്പങ്ങൾ പറയുന്നു. പരാതി ഉയർന്നതോടെ 2021 മുതൽ 2 വർഷത്തേക്ക് ഡ്രീം ലൈനറുകൾ പുറത്തിറക്കുന്നത് നിർത്തിവെക്കുകയും ചെയ്തിരുന്നതാണ്. ഇന്നലെ അപകടത്തിൽപ്പെട്ട വിമാനത്തിന് 11 വർഷം മാത്രമാണ് പഴക്കമുള്ളത് എന്നതുകൂടി ഓർക്കണം. സുനിത വില്യംസിനും ബുച്ച് വിൽമോറിനും പ്രതിസന്ധി സൃഷ്ടിച്ചത് ബോയിങ് സ്റ്റാർലൈനർ പേടകമായിരുന്നു എന്നതിപ്പോൾ ഓർക്കണം. ബോയിങ് ഇങ്ങനെ പല പ്രശ്നങ്ങളിൽ ചെന്ന് പെട്ട് നിൽക്കുകയാണ് എന്നതും. സ്റ്റാർലൈനർ ദൗത്യത്തിൻ്റെ തുടക്കം മുതൽ പിഴവുകൾ കണ്ടെത്തിയിരുന്നു. ബോയിങ് സ്റ്റാർലൈനർ പിഴവുകളെ തുടർന്ന് ബഹിരാകാശത്ത് ഇരുവരും 9 മാസമാണ് കുടുങ്ങിയത്. അവസാനം സ്പേസ് എക്സിൻ്റെ ക്രൂ ഡ്രാഗൺ അയച്ചാണ് ഇരുവരെയും തിരിച്ചെത്തിച്ചത്. സനീഷ്, ഇതൊക്കെയാണ് വിവരങ്ങൾ. കൂടുതൽ നമ്മൾ ഇതിൻ്റെ വിശദമായ ചർച്ചകളിലേക്ക് തൽക്കാലം പോകേണ്ടതില്ല എന്ന് തോന്നുന്നു. നമുക്ക് അതിൻ്റെ ഈ വിവരങ്ങൾ നൽകി നമുക്കിതങ്ങ് അവസാനിപ്പിക്കാം.
അഹമ്മദാബാദിലെ ആകാശ ദുരന്തത്തിൽ സ്തബ്ധരായി രാജ്യം നിൽക്കുന്ന കഠിന ദുഃഖത്തിന്റെ സമയത്ത് ബാധിക്കപ്പെട്ടവർക്കൊപ്പം ചേർന്ന് നിൽക്കുമ്പോഴും ഈ അപകടത്തിന്റെ കാരണം തിരയുകയാണ് രാജ്യം. ശ്രമകരമായ ഒരു ദൗത്യമായതെങ്കിലും നമുക്കതിന് ഉത്തരം വേണം. അതിനാൽ തന്നെ ബോയിങ് 787 സീരീസിലുള്ള എയർ ഇന്ത്യ വിമാനങ്ങൾ നിലത്തിറക്കി പരിശോധിക്കാനുള്ള നീക്കത്തിലാണ് കേന്ദ്ര സർക്കാർ. വിമാനയാത്ര ഏറ്റവും സുരക്ഷിതമായ യാത്രാമാർഗമാണ്. അതിൽ തന്നെ ബോയിങ് വിമാനങ്ങൾ സുരക്ഷയുടെ മറ്റൊരു പേരെന്ന ടാഗ് ലൈനിലാണ് അറിയപ്പെട്ടിരുന്നത്. അതിലും ഇപ്പോൾ സംശയങ്ങൾ വന്നിരിക്കുന്നു. ബ്ലാക്ക് ബോക്സ് കിട്ടിയതോടെ അപകടത്തിന്റെ കാരണങ്ങളിലേക്ക് വെളിച്ചം വീശുന്ന വിവരങ്ങൾ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും ആശങ്കകൾ ദൂരീകരിക്കപ്പെടട്ടെ. നമ്മുടെ ഭാവി യാത്രകൾ സുരക്ഷിതമാകട്ടെ. മരിച്ചുപോയവരുടെ കുടുംബത്തിനും പ്രിയപ്പെട്ടവർക്കും മനഃശാന്തി ഉണ്ടാവട്ടെ. RDX ഇവിടെ അവസാനിക്കുന്നു. ഗുഡ് നൈറ്റ്.